ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സുനിതാസ് ടൈം. ഇന്നിവിടെ നമ്മൾ നുറുക്ക് ഗോതമ്പ് കൊണ്ട് എങ്ങനെയാണ് റവ കഞ്ഞി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അടിപൊളിയായ ടേസ്റ്റിയായ നുറുക്ക് ഗോതമ്പ് കഞ്ഞിയാണ്. അതിനാവശ്യമായ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, സവാള കുഞ്ഞിതായി അരിഞ്ഞത്, കാപ്സിക്കം ഒരെണ്ണം, ചക്രക്കിഴങ്ങ് അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറയും, അത് ചെറുതായി അരിഞ്ഞത്, തക്കാളി കുഞ്ഞിതായി കട്ട് ചെയ്ത്. ഒരു പാനിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓയിലോ ബട്ടറോ ഗീയോ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബട്ടർ ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ കഷ്ണങ്ങളും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ബട്ടറാണെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ കഞ്ഞി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സ്വീറ്റ് പൊട്ടാറ്റോയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം, ചക്കരക്കിഴങ്ങ്. അതിനുശേഷം മൂടി വെച്ച് നമുക്കിതൊന്ന് ചെറുതീയിൽ വേവിച്ചെടുക്കാം. മധുരക്കിഴങ്ങും എന്നും പറയും. അപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 1 കപ്പ് നുറുക്ക് ഗോതമ്പ് കഴുകി വെച്ചത്, ചെറുപയർ പരിപ്പ് 1 കപ്പ് കഴുകി വെച്ചത്, പിന്നെ ആവശ്യത്തിന് വെള്ളം. അപ്പോൾ നമുക്കിതിലേക്ക് ചെറുപയർ പരിപ്പും നുറുക്ക് ഗോതമ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം കൂടെ ആഡ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി, അതാണ് ഇങ്ങനെ ഡാർക്കായിട്ട് വന്നത്. പിന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, മുളക് പൊടി 1 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റവ കഞ്ഞി, നുറുക്ക് ഗോതമ്പിൻ്റെ റവ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാകും. കാരണം ഇങ്ങനെ വെച്ച് കഴിക്കുകയാണെങ്കിൽ നുറുക്ക് ഗോതമ്പ് ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും. കുറച്ച് ഗീ കൂടെ അവസാനം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാനും, അതിൽ ആൾ വേണം പ്രസ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ ബൈ. അടുത്ത റെസിപ്പി കാണുന്നത് വരെ.